എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ യുഗം ആരംഭിക്കുകയാണ്. ശ്രീലങ്കയ്ക്കെതിരായ 3 മത്സരങ്ങളുള്ള T20 പരമ്പരയിലെ ആദ്യ മത്സരം ജൂലൈ 27 ശനിയാഴ്ച നടക്കും. ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി ഗൗതം ഗംഭീറും പുതിയ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവും ഒരു പുതിയ ഇന്നിംഗ്സ് ആരംഭിക്കുകയാണ്. T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ സൂര്യകുമാർ യാദവ് നയിക്കുമ്പോൾ ടീമിലെ യുവതാരങ്ങൾക്ക് അവസരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പരമ്പരയിൽ കോച്ചും ക്യാപ്റ്റനും കൂടാതെ ടീം ഇന്ത്യയ്ക്ക് പുതിയ ഒരു ഓപ്പണിംഗ് ജോഡിയും കൂടി ലഭിക്കും. T20 ലോകകപ്പ് വിജയത്തിന് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരുന്നു. T20 ലോകകപ്പിലുടനീളം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്നാണ് ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ പര്യടനത്തിൽ ആരായിരിക്കും ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നതിലേക്കാണ് ക്രിക്കറ്റ് ആരാധകരുടെ ശ്രദ്ധ. എന്നാൽ അതിനുള്ള ഉത്തരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ടീം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഇടംകൈയ്യൻ ബാറ്റ്സ്മാൻ SV ജയ്സ്വാളുമാണ് ശ്രീലങ്കൻ പര്യടനത്തിൽ ഓപ്പൺ ചെയ്യുക. സിംബാബ്വെ പര്യടനത്തിലെ അവസാന 3 മത്സരങ്ങളിലും ഗില്ലും SVയും ഓപ്പണർമാരായി ഇറങ്ങിയിരുന്നു. ഇനി നമുക്ക് ഇന്ത്യ-ശ്രീലങ്ക മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. മത്സരത്തിൽ ശുഭ്മൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ചേർന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇഷ പന്ത് 3-ാം നമ്പറിൽ കളിക്കും. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 4-ാം നമ്പറിൽ ഇറങ്ങും. 5-ാമനായി മലയാളി താരം സഞ്ജു സാംസൺ എത്തും. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ എന്നിവർ യഥാക്രമം 6-7 സ്ഥാനങ്ങളിൽ കളത്തിലിറങ്ങും. അർഷ്ദീപ് സിംഗും മുഹമ്മദ് സിറാജും ഫാസ്റ്റ് ബൌളിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. 3-ാം ഫാസ്റ്റ് ബൌളറായി ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും പിന്തുണയ്ക്ക് എത്തും. അക്സർ പട്ടേലും രവി ബിഷ്ണോയിയുമാണ് പ്രധാന സ്പിന്നർമാർ. പല്ലേക്കലിന്റെ പിച്ച് സ്പിൻ അനുകൂലമാണെങ്കിൽ നായകൻ സൂര്യകുമാർ വാഷിംഗ്ടൺ സുന്ദറിനെ 3-ാം സ്പിന്നറായി ഇറക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ശിവം ദുബെയെ പുറത്തിരുത്താൻ സാധ്യതയുണ്ട്. എന്തായാലും മികച്ച ഒരു ടീം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടേത്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ ടീം ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.